ഒരു ആക്ടറിനെ ഞങ്ങൾ അന്ന് കൂവിയതും അത് കഴിഞ്ഞ് അയാളുടെ കൂടെ ഞാൻ അഭിനയിച്ചപ്പോൾ യൂഷ്വലി ഞാൻ അതിനെ മറന്നു പോകും ഫോണിനെ പറ്റി. നമ്മൾ തിരിച്ചു വരുമ്പോ ഈ ഫോൺ ഇങ്ങനെ തിരിച്ചായിരിക്കും വെച്ചത് ഡിസ്പ്ലേ അടിയിൽ. അതിങ്ങനെ തിരിച്ചിങ്ങനെ നോക്കാൻ എനിക്ക് പേടിയാ. മെസ്സേജ് ഉണ്ട് അതിനകത്ത്. കോളേജിൽ പോലും പോയിട്ടില്ല. അതിനെ പോലും ഒരു മമ്മൂട്ടി സിനിമയല്ല, പക്ഷെ മമ്മൂക്കയുടെ പെർമിഷൻ കിട്ടാതെ മമ്മൂക്ക കഥ കേട്ട് ഓക്കെ പറയാതെ ചെയ്യാൻ പറ്റില്ലാത്തൊരു സിനിമയാണ്. എന്റെ ഫ്ലാറ്റിന്റെ താഴെ സെക്യൂരിറ്റി നോർമലി വണ്ടി ചെക്ക് ചെയ്യുമല്ലോ. അങ്ങനെ നോക്കുമ്പോ പുറകിൽ ഒരാളുടെ ബോഡി, 3 കാല്, ചെവി, ഒരു ഹാർട്ട്. ഞാൻ ഇടപെടുന്നത് സുജേട്ടനായിരുന്നു മേക്കപ്പ്. പുള്ളി തന്നെ കൈയെടുത്തിട്ട് പറയും ഇത് മാർക്കോടെ, ഇത് മാർക്കോടെ. ഇൻഡസ്ട്രി പ്രിവ്യൂ ഒക്കെ വെക്കൂലേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഈ ഡോറ് തുറന്നു കഴിയുമ്പോ കുറെ ആൾക്കാർ മൈക്കായിട്ട് വന്ന് നിൽക്കുന്നതിന് പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് പറയും, ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്. ചില ഒരു ബോധമില്ലാത്ത ചില ആൾക്കാരൊക്കെ വരും. ആ സമയത്തൊക്കെ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. അങ്ങനെ ഞാൻ അങ്ങനെ അത്ര നല്ല മനുഷ്യനൊക്കെ കോളേജിൽ പോയി അവിടെ പഠിച്ച് അവിടെ എൻജോയ് ചെയ്യുന്നതിനേക്കാളും ഞാൻ സിനിമ, അഭിനയം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊന്നും അങ്ങനെ മിസ് ചെയ്യുന്നൊന്നും തോന്നില്ല. അങ്ങനെ അവരുടെ സ്റ്റോറിയാണ് മിസ് ചെയ്ത. ഞാൻ ലൊക്കേഷനിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. പറ്റൂലല്ലോ. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്, രേഖാചിത്രം. ഹലോ ടീം. ജോഫി ആൻഡ് അനശ്വര, മീക. ഹലോ. അപ്പോൾ പറയൂ, എന്താണ് വിശേഷങ്ങൾ? ഇതുപോലെ ചിരിച്ച് ഹാപ്പി ആയിട്ടല്ല ഞങ്ങൾ ട്രെയിലറിൽ കാണുന്നത്. ട്രെയിലറിൽ വേറൊരു ചിത്രമാണ് ആ രേഖാചിത്രം എന്ന് പറയുന്നത്, എല്ലാ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ. സോ അബൌട്ട് ദ മൂവി പറയൂ. ശരിയല്ലേ? സീറ്റഡ് ത്രില്ലർ അല്ല. അതാണ് ആദ്യം എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനൊരു ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ സ്വഭാവമുള്ള ഒരു ക്ലൂവിൽ നിന്ന് അടുത്ത ക്ലൂവിലേക്ക് കണ്ടുപിടിച്ചു പോകുന്ന അങ്ങനത്തെ ഒരു സിനിമയേ അല്ല. സസ്പെൻസ് ഇല്ല, ഇന്റർവെൽ പഞ്ചില്ല. ഇന്റർവെൽ ഇല്ലാതെ ഞാനിങ്ങനെ കേട്ടു. ഇന്റർവെൽ ഇല്ലെന്ന് നമുക്ക് ടെക്നിക്കലി ഇന്ന് ഒരു സിനിമ ഇന്റർവെൽ ഇല്ലാതെ, നമുക്ക് ഇന്റർവെൽ ഇല്ലാതെ വരുന്ന ഇംഗ്ലീഷ് സിനിമകൾ പോലും നമ്മൾ ഇടയ്ക്ക് അബ്രപ്റ്റ് ആയിട്ട് നിർത്തി ഇന്റർവെൽ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയല്ല, നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ എന്നൊക്കെ പറഞ്ഞ ആളുകൾ പ്രതീക്ഷിക്കുമ്പോൾ ഇന്റർവെൽ പഞ്ചും കൂടെ പ്രതീക്ഷിക്കുമല്ലോ. അത്തരത്തിലൊരു പഞ്ചൊന്നും ഇല്ല ഇതില്. ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. അതായത് ഐ മീൻ ഇതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, നമ്മൾ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നുള്ള പരിപാടിയല്ല. അത് ആക്ച്വലി എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു ഞങ്ങൾ ഈ കഥ ആലോചിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രോപ്പർ ഇന്റർവെല്ലും ക്ലൈമാക്സും ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ നമ്മൾ ഇന്റർവെല്ലിന് വേണ്ടി ആദ്യം പ്ലാൻ ചെയ്ത ഒരു എപ്പിസോഡ് മൊത്തം നമുക്കൊരു 35ാമത്തെ മിനിറ്റിലേക്കൊക്കെ മാറ്റേണ്ടി വന്നു. പിന്നീട് നമുക്ക് ഒരു ഹൈ പോയിന്റ് എന്ന് തോന്നുന്ന ഒരു എപ്പിസോഡും ഒക്കെ ഒരു 70ാമത്തെ മിനിറ്റിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ എപ്പിസോഡ് നമുക്കങ്ങനെ ഒരു ഇന്റർവെല്ലിന് പകുതി അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഥയ്ക്ക് ഇപ്പം സ്ക്രിപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ തീരുമാനിച്ചത് ഒരു പഞ്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു പോർഷൻ അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ആക്കുന്നില്ല. അതങ്ങനെ ഒരു സ്ഥലമാവുന്ന സമയത്ത് നമ്മൾ ഇന്റർവെല്ലിന് വേണ്ടി നിർത്തും. പക്ഷെ അതിലങ്ങനെ ഒരു ഇന്റർവെൽ പഞ്ചൊന്നുമില്ല, കഥയുടെ തുടർച്ചയാണത് എന്ന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അടിപൊളി. അപ്പം ഇതിലെ പോലീസ് ഓഫീസർ എങ്ങനെയുള്ള പോലീസ് ഓഫീസറാണ്? കാരണം പാസ് ചെയ്യുന്ന റോൾസ് നോക്കുമ്പോൾ ഇപ്പോൾ കേസ് അന്വേഷണം എന്നുള്ളൊരു ജോണർ എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ എങ്ങനെയാണ് ആ ഒരു പോലീസ്? ഇതില് പോലീസുകാരൻ തന്നെയാണ്, പക്ഷെ അങ്ങനെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര വിഷമമുള്ള ഒരു പാസ്റ്റ് ഒന്നുമില്ല, ഇയാളെ ഹോണ്ട് ചെയ്യുന്നൊന്നുമില്ല. സാധാരണ പോലീസ് സാധാരണ എനിക്ക് കിട്ടുമ്പോ ഭയങ്കര ഇന്നർ ലേയേഴ്സ് ഒക്കെ ഉള്ള ക്യാരക്ടർ പല വേരിയേഷൻസ് ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, യൂഷ്വലി കിട്ടാറുണ്ട്. ഇത് ഇതിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ്. അത്യാവശ്യം ഫിനാൻഷ്യലി ഒക്കെ നല്ല വീട്ടിൽ പൈസ അത്യാവശ്യം ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ തന്നെയാണ്. പക്ഷെ ഈ കേസിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ ക്യാരക്ടേഴ്സിനോട് വരുന്നുണ്ട്. ഈ അന്വേഷിച്ച് തുടങ്ങി കഴിയുമ്പോൾ കൂടുതൽ പറയാൻ പറയും. എന്താണ് വിശേഷങ്ങൾ? യെസ്. അപ്പൊ രേഖാചിത്രത്തിൽ ബാക്കിൽ നമുക്ക് പോസ്റ്ററിൽ കാണാം. ഇതിൽ എങ്ങനെയാണ്, എന്താണ് സംഭവം?
ഈ പറഞ്ഞ പോലെ പടത്തിനകത്ത് അങ്ങനെ ഒരു സസ്പെൻസോ ട്വിസ്റ്റോ സംഭവമൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. ഇതിനകത്ത് ഈ പോസ്റ്ററിനൊക്കെ കണ്ട പോലെ ഒരു 2 ടൈപ്പ് ഓഫ് പറഞ്ഞ ഒരു കന്യാസ്ത്രീ, പോസ്റ്ററിൽ കണ്ട കന്യാസ്ത്രീ വേഷം, വേറെയും ടൈപ്പ് ഓഫ് ഒരു വേഷമുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. പക്ഷെ അധികം എനിക്ക് അതെ രണ്ടിതുണ്ട്. അല്ല കന്യാസ്ത്രീ അങ്ങനെയൊന്നുമില്ല. അതിന്റെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ് ഈ കന്യാസ്ത്രീ വേഷം പരിപാടിയൊക്കെ. അല്ലാതെ കന്യാസ്ത്രീ ആവുന്നൊന്നുമില്ല. ഇല്ല. ഞാൻ എന്താ പക്ഷെ ഒരുപാട് സന്തോഷം ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂസിൽ വെച്ച് നമ്മൾ കാണാൻ. അതെടാ, അതിന് സന്തോഷമുണ്ട് ആ കാര്യത്തിന്. സീരിയസ്ലി ജോഫിൽ എന്താ പറയണ്ടേ, ട്രെയിലർ കണ്ടിട്ടുണ്ടല്ലോ. ട്രെയിലർ കണ്ടു. അപ്പൊ ഞാൻ ചെയ്തേക്കുന്ന ക്യാരക്ടർ അതൊരു അടിപൊളി ക്യാരക്ടറാണ്. പക്ഷെ കൂടുതൽ പറയാനും പറ്റത്തില്ല. നമ്മളിന്ന് ആക്ച്വലി രാവിലെ ഇരുന്ന് എല്ലാരും കൂടെ ആലോചിച്ചു മേഘ എന്താ പറയണ്ടത്. അപ്പൊ ഞാൻ ഇത് എന്റെ ഒരു മേഘാന്നെങ്കിലും പറയും. സീരിയസ്ലി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കാണ്. ഐ ആക്ച്വലി ഡോണ്ട് ഞാൻ ഇതിനകത്ത് എന്താ ഇപ്പം പറയണ്ടേ. ഇറ്റ്സ് ഇൻ ടോട്ടാലിറ്റി രേഖാചിത്രം നല്ല അടിപൊളി എനിക്ക് തോന്നിയത്. ബിക്കോസ് ഞാൻ ഈ പ്രൊജക്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിന്റെ സ്റ്റോറി ആയിരുന്നു. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ദാറ്റ് എല്ലാവരും ഹാവ് ബീൻ എ വെരി ഗുഡ് പാർട്ട്. ഇപ്പം പോസ്റ്റേഴ്സ് ലൈക്ക് ഐ ലവ്ഡ് ഓൾ ആർ പോസ്റ്റേഴ്സ്. രേഖാചിത്രം അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നറിയോ, പടം ഇറങ്ങി ഹിറ്റായി കഴിഞ്ഞ് പിന്നെ ഒരു ഇന്റർവ്യൂ എല്ലാം അതിനകത്ത് പറയാം. അത് ബെറ്റർ ഐഡിയ, അത് നല്ലൊരു ഐഡിയ ആണ്. അടിപൊളിയാവട്ടെ. പിന്നെ ഇതില് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്റർവെൽ പഞ്ചോ ഇല്ല, അത് നമ്മളിങ്ങനെ കേട്ടു. അതുപോലെ തന്നെ ഇതില് മമ്മൂക്കയുടെ ഡി-ഏജിങ് അങ്ങനെയുള്ള സംഭവങ്ങൾ. കാരണം ഇത് ഏതൊരു മൂവിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും, ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും പെട്ടെന്ന് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിങ് കൂടാണ്. സോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട് അബൌട്ട് ദാറ്റ്. ഇത് ആക്ച്വലി ഇതൊരു മമ്മൂട്ടിയുള്ള ഒരു സിനിമ എന്നതിനേക്കാൾ ഉപരി അതല്ല ഞാൻ പറയുന്നത്. ഒരു മമ്മൂക്കയുടെ പെർമിഷൻ ഇല്ലാതെ നടക്കാത്തൊരു സിനിമയാണ് ഈ സിനിമ. ഒരു മമ്മൂട്ടി സിനിമയല്ല, പക്ഷെ മമ്മൂക്കയുടെ പെർമിഷൻ കിട്ടാതെ മമ്മൂക്ക കഥ കേട്ട് ഓക്കെ പറയാതെ ചെയ്യാൻ പറ്റില്ലാത്തൊരു സിനിമയായിരുന്നു. അപ്പം ഇതിൻ്റെ ആദ്യം കഥ പറയുന്ന ഒരാൾ അത് മമ്മൂക്കയോടെ ആയിരുന്നു. ആ മമ്മൂക്കയോട് സംസാരിച്ച് അത് മമ്മൂക്ക ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ ഈ സിനിമ ഇതിൻ്റെ ബാക്കി സ്ക്രിപ്റ്റ് എഴുതാൻ പോലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ. ഇപ്പം സിനിമകൾ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ആ മൂവിയോടുള്ള അറ്റാച്ച്മെന്റ് കൂടി വരികയാണ്. അതിൻ്റെ ജോണേഴ്സ് ഇപ്പം പരീക്ഷിക്കാത്ത പരിപാടികൾ ഇപ്പം മാർക്കോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെനിക്ക് ഏറ്റവും എടുത്ത് ചോദിക്കാനുള്ള ആസയോടാണ്. അതായത് മൂവി കണ്ടിട്ട് എപ്പോഴും അതാരാണ് മേക്കപ്പ് ശ്രുതിയാണോ ആരാണ് പറയുന്നത്. അതായത് മൂവി കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കോള് വന്നേ എന്നു പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ചിലർക്ക് അത് ഇമോഷണൽ ആയിട്ടുള്ള, ചിലപ്പോൾ അത് ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് കാണാൻ പ്രയാസമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാറ്റഗറി എന്ന് പറയാം. ആസിയത് കറക്റ്റ് ആയിരുന്നു. അല്ലേ, ഞാൻ കോള് വന്നിട്ട് തന്നെ പുറത്തേക്കണം. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ സുധി ആ സിനിമയുടെ മേക്കപ്പ് ചെയ്ത ആളാണ് ഞാൻ ഇപ്പൊ ചെയ്ത സിനിമ മേക്കപ്പ് സുധി. ഇതിനും എന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഈ പ്രോസ്തറ്റിക്സ് ഉപയോഗിക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പൊ അതിന്റെ എന്റെ ഒരു കൈയുടെ അളവെടുക്കാൻ വേണ്ടി സുധി വന്നപ്പോൾ എന്റെ ഫ്ലാറ്റിന്റെ താഴെ സെക്യൂരിറ്റി നോർമലി വണ്ടി ചെക്ക് ചെയ്യുമല്ലോ. അങ്ങനെ നോക്കുമ്പോ പുറകിൽ ഒരാളുടെ ബോഡി, 3 കാല്, 5 ചെവി, ഒരു ഹാർട്ട്. ഞാൻ ഇടപെടുന്നത് സുജേട്ടനായിരുന്നു മേക്കപ്പ്. പുള്ളി തന്നെ കൈയെടുത്തിട്ട് പറയും ഇത് മാർക്കോടെ, ഇത് മാർക്കോടെ. ജഗദീഷ് ചേട്ടന്റെ കൈ പറഞ്ഞു. അത് മലയാള സിനിമയുടെ ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ വർഷം എന്ത് രസമുള്ളൊരു വർഷമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എല്ലാ തരത്തിലുള്ള സിനിമകളും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയി. ഇപ്പൊ ഈ പ്രോസ്റ്റിക്സ് പോലും നമ്മള് ബോംബെന്നോ വേറെ പല ഇൻഡസ്ട്രീസിനും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമുക്ക് സ്പെഷ്യൽ എഫക്ട്സ് മേക്കപ്പ് ചെയ്യണമെങ്കിൽ. അതിന്നൊക്കെ മാറി ഇപ്പൊ ഇത്തരത്തിലുള്ള സിനിമകളും ഇത്തരത്തിലുള്ള ടെക്നോളജിയും ഉപയോഗിക്കാനുള്ള ഒരു ഇൻഡസ്ട്രിയായി നമ്മൾ മാറി. എനിക്ക് തോന്നുന്നു രേഖാചിത്രം ഇറങ്ങുന്നതോടുകൂടി വേറൊരു ഏരിയയെ പറ്റി കൂടി മലയാള സിനിമയെ പറ്റി ആളുകൾ സംസാരിക്കുമെന്ന് തോന്നുന്നു. അല്ല, ഈ ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ ആസ് പറഞ്ഞ പോലെ തന്നെ എത്രയോ നല്ല സിനിമകൾ ഇപ്പം കിഷ്കിന്ദാന്റെ ഒക്കെ മൂവി ആ ഹിറ്റ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ മൗത്ത് പബ്ലിസിറ്റിയുടെ ഒരുപാട് സ്പ്രെഡ് ആയിരുന്നല്ലോ വന്ന്. ഇപ്പം ഒരു ടൈമില് മറ്റേ ഈ ബോഡി അന്വേഷിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, മറ്റേ ദൃശ്യത്തിന്റെ ഒക്കെ വരുണ്ട വഴി. പിന്നെ അത് ആൾക്കാർ ഈ ഒരു കാര്യം റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ അത് ആക്ച്വലി കേൾക്കാൻ സുഖമില്ലേ.
പിന്നെ ചാച്ചുവിന്റെ എവിടെയാണ് എന്നുള്ളത് അങ്ങനെയുള്ള പേഴ്സണൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. സിനിമ ഇതിന്റെ ഒരു സീക്വൽ ഉണ്ടാകുമോ, ആ ചച്ചു എവിടെയാണെന്നുള്ളത് ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി എന്നൊക്കെ അറിയുന്നത് നമ്മുടെ ജഡ്ജ്മെന്റിൽ ഒരു സിനിമ സംഭവിച്ചു, അത് ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമുള്ളൊരു ഫീലിംഗ് തന്നെയാണ്. അത് ആക്ച്വലി എവിടെയായിരുന്നു അത് നോക്കട്ടെ, എപ്പോഴെങ്കിലും ആരെങ്കിലും അന്വേഷിക്കാൻ വരുമെങ്കിൽ സീക്വലിൽ പിടിക്കാന്നല്ലേ. ഈ ചില നമ്മൾ മൂവി ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ചില സീൻ നമ്മൾ ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യുവാന്ന് അറിയാതെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും സംസാരിക്കുമ്പോഴായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു അശുഭം എനിക്ക് നിങ്ങളുടെ ഹോസ്റ്റലിലെ ആ ഒരു അത് ചിലപ്പോൾ അത് നിങ്ങൾ ഷൂട്ട് ചെയ്യുവാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു? നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു. ഇല്ല, ചില പാർട്സ് ഒക്കെ ചില സാധനങ്ങളൊന്നും നമുക്ക് നമ്മള് വെറുതെ പാട്ടൊക്കെ വെച്ച് നമ്മൾ അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നൈസായിട്ട് നോക്കുമ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്, അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നു. അങ്ങനെ കുറെ നമ്മൾ അറിയാതെ ഷൂട്ട് ചെയ്ത് 2-3 കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ഉണ്ടായിരുന്നു ഹോസ്റ്റലിലും കോളേജിലൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്നുള്ള സംഭവം അത് കഴിഞ്ഞിട്ടായിരിക്കും പറഞ്ഞുതരാം. നമുക്ക് അവരെ കാണുമ്പോൾ മനസ്സിലാവും അവരൊക്കെ എല്ലാവരും മിണ്ടാതിരുന്ന് ആരും പാസിംഗ് ഒന്നും പോകുന്നുണ്ടാവില്ല, എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിരിക്കും, നമ്മൾ മാത്രം അവിടെ ഒച്ചയ്ക്കുന്നുണ്ടോ വേണം മനസ്സിലാവുന്നൊരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുന്നു. ആ സിനിമയുടെ സ്വഭാവം അതായിരുന്നുകൊണ്ടോ? അതെ അതെ. ലൊക്കേഷനിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ഇതിൽ ലൊക്കേഷൻ ആർക്കും നിന്ന് തിരിയാൻ സമയം ഉണ്ടായിട്ടില്ല. കാര്യം കുറച്ചധികം ലൊക്കേഷൻ ഷിഫ്റ്റ്സും ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റും എല്ലാവരും വരുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ സ്വഭാവം മൊത്തത്തിൽ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു മൂഡ് തന്നെയായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്കൊക്കെ കോമ്പിനേഷൻസ് വളരെ കുറവായിരുന്നു. ഞങ്ങൾക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അധികം ഒന്നും കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ വലിയ ബഹളങ്ങളും നമ്മളെ കണ്ടില്ല. ഈ ഷൂട്ടിങ്ങിനാണെങ്കിലും നമ്മുടെ കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയും സ്പിരിറ്റും അതിന്റെ ഒരു ഡബിൾ എഫക്റ്റ് ആയിരിക്കില്ല, അതിന്റെ ഔട്ട്കം വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിലും ആ ഒരു വൈബ് ഉണ്ടായിരുന്നു. എന്റെ അനശ്വരയുടെ കൂടെ നെക്സ്റ്റ് എന്റെ ആസിഫിന്റെ കൂടെ. അപ്പൊ ഒബ്വിയസ്ലി അതെ ഞങ്ങളൊക്കെ ഐ ഡോണ്ട് നോടാ ബിക്കോസ് സീരിയസ്ലി ഇതിനകത്ത് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോ. ബട്ട് ഐ ഗെസ് പോസ്റ്റ് റിലീസ് നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും പറയാനും സംസാരിക്കാനും. ബിക്കോസ് there were so many things, so many locations, so many stories. I guess നമ്മൾ പോയ എല്ലാ സ്ഥലത്തും അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അനശ്വരയായിട്ട് കൊച്ചിയില്, എനിക്ക് ആസിഫായിട്ട് കന്യാകുമാരിയില്. അല്ല അല്ലാതൊന്നുമില്ല. എടാ ഇതൊക്കെ ചീറ്റ് കാണിക്കും, ഈ ലൊക്കേഷൻസ് ഒക്കെ ചീറ്റ് ആവല്ലോ. പഠിച്ചതൊന്നും മറന്നിട്ടില്ല. ഈ കോളേജ് ലൈഫ് ഒരു വ്യക്തിയുടെ ഏറ്റവും അടിപൊളി ലൈഫായിരിക്കും ചിലപ്പോൾ കോളേജ് ലൈഫ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെ കോളേജ് അത് മിസ് ചെയ്യുന്നുണ്ടോ അനശ്വര? ആക്ച്വലി മിസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഇടയ്ക്കൊക്കെ ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഒക്കെ ചില കഥകളും പോസ്റ്റുകളും സ്റ്റോറികളൊക്കെ കാണുമ്പോൾ ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇല്ല, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നില്ല. കാരണം ഇത് രണ്ടും കൂടി കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അത് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് സ്കൂളിൽ നിന്ന് തന്നെ എനിക്ക് ഭയങ്കര പാടായിരുന്നു, സ്കൂൾ ലൈഫും സിനിമയും കൊണ്ടുപോകൽ തന്നെ. അത് കോളേജും ഇതും കൂടി ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ പാടുപെടും. അപ്പം എനിക്ക് വേണ്ടത് ഇതാണ് എൻ്റെ ഒരു പാഷൻ, സിനിമയാണ്. അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ബേബി കോളേജിൽ പോയി അവിടെ പഠിച്ച് അവിടെ എൻജോയ് ചെയ്യുന്നതിനേക്കാളും ഞാൻ സിനിമ അഭിനയം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊന്നും അങ്ങനെ മിസ് ചെയ്യുന്നൊന്നും തോന്നില്ല. അങ്ങനെ അവരുടെ സ്റ്റോറിയാണ് മിസ് ചെയ്ത ഞാൻ ലൊക്കേഷനിൽ ഒരു ഫോട്ടോ എടുത്താക്കി പറ്റൂലല്ലോ. കാരണം രണ്ടുപേരും ജ്യൂസൊക്കെ വിളിക്കുന്നു. ഈ ഇപ്പൊ മൂവിയുടെ പ്രൊമോഷന്റെ സ്റ്റൈൽ കംപ്ലീറ്റ് മാറിയല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ. അപ്പം അതും ഞാൻ റിലേറ്റ് ചെയ്തേം ചോദിക്കും. ഇപ്പൊ കോളേജസിലൊക്കെ ചെന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവം ഇതല്ല. അവിടെ ചിലപ്പോൾ ഫംഗ്ഷൻ ആയിരിക്കും, അപ്പൊ ചിലപ്പോൾ നമ്മുടെ ടീം അവിടെ പോകുന്നു. അപ്പൊ അവിടെ ഓൺ ദ സ്പോട്ട് കിട്ടുന്ന ഒരു വൈബ് വരും. അപ്പൊ ആസിയൊക്കെ സ്റ്റേജിൽ എത്രയോ ആ ഒരു വൈബ് ഉണ്ട്. കോളേജിൽ നിന്ന് ഇപ്പൊ ഫാൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഓടി വരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം, ആ ഒരു പരിപാടി. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും കോളേജ് ലൈഫ് ആയിരിക്കും. സോ അത് ഹൗ ടേക്ക് ദാറ്റ്, അത് ഏറ്റവും ഇഷ്ടപ്പെടുന്നില്ല. അല്ല, അത് കോളേജ് പ്രൊമോഷൻസിന് അന്നും ഇന്നും
ഒരേ സ്വഭാവമുണ്ട്, ഒരേ പ്രശ്നമുണ്ട്. കാര്യം ആ കോളേജിൽ എല്ലാവർക്കും നമ്മളെ എവിടെയെങ്കിലും തോപ്പിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ കോളേജിൽ പണ്ട് ആക്ടേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുക എവിടെയാണ് ഇതിനൊരു കൂവാൻ അത് ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് ഒരു വ്യത്യാസമില്ല. നമ്മൾ കാണിക്കുന്നത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, അവരെ എന്റർടൈൻ ചെയ്യുന്നത് കൃത്യമായിരിക്കണം. എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ ഇത് മൊത്തം ഓപ്പോസിറ്റ് വരും. അതും ശരിയാണല്ലോ. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന എന്റെ കോളേജിലൊക്കെ നമ്മുടെ കോളേജിലൊക്കെ വന്ന ഒരു ആക്ടറിനെ ഞങ്ങൾ അന്ന് കൂവിയതും അത് കഴിഞ്ഞ് അയാളുടെ കൂടെ ഞാൻ അഭിനയിച്ചപ്പോൾ അതിനെപ്പറ്റി ഞാൻ മെൻഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫാക്ട്. ഒരു ഫാക്ടർ. ഞാൻ ഓർക്കുന്നുണ്ട്, ഐ മീൻ തേർഡ് ഇയറിലൊക്കെ വരുമ്പോൾ ജോഷ് സാറൊക്കെ വന്നിട്ട് ആസിഫ് അലി വരുന്നുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഞങ്ങൾക്ക് വന്ന് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഫ്രണ്ടിൽ ആസിഫ് വന്നിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഞാനൊക്കെ ബാക്കിൽ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് പക്ഷെ അതൊരു കോളേജിലാണ് പഠിച്ചത്. കോളേജായിരുന്നു. പഠിത്തം ഒരു കണക്കിനൊക്കെ പോയെന്നല്ലേ? ഒരു കോളേജിലാണ് പോയത്. ആ ഒരു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞാനും ശംഭു ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അതെ, ഞങ്ങൾ രണ്ടുപേരും ആക്ടിംഗ് കോഴ്സോടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ ആൾക്കാരെ വെൽക്കം ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പം പല ഇതിട്ട് വെൽക്കം സ്പൈക്ക് കൊടുത്ത ആൾക്കാരെ വെൽക്കം ചെയ്യാൻ മൂവി. ഇപ്പം നേരത്തെ പറഞ്ഞ എഡ്ജ് ഓഫ് ദ സീറ്റ് ജോണർ, അല്ലെങ്കിൽ ഫാമിലി മൂവി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഫീൽ ഗുഡ് ഹാപ്പി മൂവി. സോ ഇത് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു വെൽക്കം ചെയ്യാനുള്ളൊരു സ്പൈക്ക് എന്ത് കൊടുക്കാം? ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്ന് പറയുന്ന ജോണർ വരുന്ന സിനിമയാണ്. അതായത് ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് വേണമെങ്കിൽ പറയാമോ? ഈ ഇപ്പോൾ ഏറ്റവും അടുത്ത് എനിക്ക് വൺസ് അപ്പോൺ ടൈം ഇൻ ഹോളിവുഡ് എന്ന് പറയുന്ന സിനിമയുമായിട്ട് അതുപോലെയൊക്കെയുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹിസ്റ്ററിയുടെ പീസ്, അത് സിനിമ റിലേറ്റഡ് ആണ്. അതിനെ നമ്മുടേതായ രീതിയിൽ ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് മാറ്റി കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു എവിടെയൊക്കെ നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ്. അതിന് നമ്മുടെ വേർഷൻ കാണിക്കുന്നുണ്ട്, അതിന്റെ ബിഹൈൻഡ് ദി സീൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു പുതുമ എപ്പോഴും നമ്മൾ മലയാളത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു കൈൻഡ് ഓഫ് സിനിമയായിരിക്കും ഇത്. ഒരു സ്പെഷ്യൽ സിനിമയാണ് പറയാം. ഇപ്പൊ നമ്മളെ പറ്റി വേറൊരു ആക്ടർ അല്ലെങ്കിൽ ഒരു സീനിയർ ആക്ടറോ നമ്മളെ പറ്റി ഒരു നല്ലത് പറയുമ്പോൾ വി ഫീൽ സോ ഗുഡ്. അത് എപ്പോഴും അടിപൊളിയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പൃഥ്വി പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ഒരു ഏജിൽ, ഈ ഒരു പ്രായത്തിൽ ഷീസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആൻഡ് ഒരു ആക്ട്രസ് എന്ന് പറയുമ്പോൾ മനുഷ്യരെ പറ്റി പറയുമ്പോൾ വളരെ ഗംഭീരമായിട്ട് പുള്ളി അതൊരു കാഷ്വൽ ചാറ്റിലാണ് അത് പറഞ്ഞത്. എനിക്കൊന്നും ഒരു കാഷ്വൽ ഇൻ്റർവ്യൂ ചെയ്തില്ല, പക്ഷേ ഈ മെൻറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ അത് ശരിക്കും അത് യു ഫെൽ സോ ഗുഡ്. കാണുന്നതാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ പൃഥ്വിരാജ് പറഞ്ഞു തന്നെ ഇത് നേരിട്ട്, അത് എനിക്കൊരു ഇന്റർവ്യൂയിലോ എന്തിലോ സംഭവത്തിലോ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ? നേരിട്ട് ഇന്റർവ്യൂവില് നമ്മൾ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്. അല്ലാതെ സെറ്റിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴും പുള്ളി പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് എല്ലാരും മോണിറ്ററിന് ബാക്കിലിരിക്കുകയാണ്. നേരിട്ട് ഇല്ല, പറഞ്ഞിട്ടില്ല. ഇല്ല. ആസിഫ് പറഞ്ഞിട്ടുണ്ടോ ഇതിൽ? ആസിഫിന്റെ ശരിക്കും പറഞ്ഞാല് ആസിഫിനെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഷൂട്ടുള്ളപ്പം ആക്ട് ചെയ്യുന്നു, പക്ഷെ അത് കഴിഞ്ഞ് ഞാനിവിടെ എറണാകുളത്തൊക്കെ ഉണ്ടാവും, ചായ കുടിച്ച് വളരെ ഇപ്പൊ ചില ആക്ടേഴ്സ് എല്ലാവരും എടുത്തു നോക്കി കഴിഞ്ഞാൽ ചിലർ ഈ ആക്ടർ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സെലിബ്രിറ്റി പരിപാടി കുറച്ച് റിസ്ക് ആണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരും ഉണ്ടാവും. ഇപ്പോൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒന്ന് കോൺഷ്യസ് ആവുന്ന പരിപാടിയുണ്ട്. പക്ഷെ ആസിഫിനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ ഒരു സംഭവമില്ല. എപ്പോഴാണ് ഓരോരുത്തർ ശീലിക്കുന്ന രീതി അങ്ങനെയാണല്ലോ. ചിലർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്പേസ് വേണം. ഫാമിലി ആയിട്ട് പോകുമ്പോൾ അത് ബോദർ ചെയ്യാറുണ്ട്. അപ്പം അത് ഓരോരുത്തർ അതിനെ കാണുന്ന രീതി. ഞാനിത് ഒരുപാട് ആഗ്രഹിച്ചതാണോ, എന്നെ അല്ലേ ശംഭുവിന് അറിയാലോ, എന്നെ കാണുമ്പോൾ ആളുകൾക്ക് സന്തോഷം ഉണ്ടാകണം, എൻ്റെ കൂടെ ആൾക്കാർ ഫോട്ടോ എടുക്കണം, അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതിനകത്തൊന്നും എനിക്കൊരു ടെൻഷനും ഇല്ല.
എനിക്കത് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഫേസ് ചേഞ്ച് പോലും അസുവിന് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, അങ്ങനെ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്. ചില ഒരു ബോധമില്ലാത്ത ചില ആൾക്കാരൊക്കെ വരും. ആ സമയത്തൊക്കെ നമ്മള് ഇറിറ്റേറ്റഡ് ആവും. അങ്ങനെ ഞാൻ അങ്ങനെ അത്ര നല്ല മനുഷ്യരുണ്ട്. അങ്ങനെ പറയാനുള്ള ഒരു എക്സാമ്പിൾ ഏതായിരിക്കും? അങ്ങനെ അല്ല, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒരുപാടുണ്ടാവും. അല്ല, ഏതൊരു സാധാരണക്കാരനും ഇറിറ്റേറ്റഡ് ആവുന്ന ചില പോയിന്റ്സ് ഉണ്ട്. അതില് എനിക്കും പ്രശ്നങ്ങളൊക്കെ വരും. ഷൂട്ട് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ എനിക്ക് ഷോട്ടിനിടയിൽ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഷോട്ടിന് വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നതിന്റെ ഇടയിൽ ചിലപ്പം ഫോട്ടോ എടുക്കാൻ വരുന്നവര് കുറച്ച് പേരുണ്ടാവും. അവരുടെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ ചേട്ടാ ഒരു മിനിറ്റ് ഞാൻ ഈ ഷോട്ട് നിർത്തിട്ട് ഓ നിന്റെ ഒരു ചാട എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നിർത്തി ഒരു ഉത്തരം കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. അത് നമ്മള് പേർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ലേ. നമ്മൾ വളർന്നു വന്ന രീതിയും നമ്മുടെ ചുറ്റുപാടും ഒക്കെ നമ്മള് ഷേപ്പ് അപ്പ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് ഞാൻ കണ്ട് ക്ലാസിക് ഇറിറ്റേറ്റഡ് ആവുന്ന ആകെ ഷോട്ടിന്റെ സമയത്ത് അപ്പുറത്താരെങ്കിലും സംസാരിക്കുക, ഡിസ്ട്രാക്ഷൻ വരുന്ന സമയത്ത് എന്റെ കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യുമ്പോൾ എനിക്കത് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോഴും അത് നമ്മൾ കുറെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തേക്ക് നിൽക്കുമ്പോൾ ആസി ഇങ്ങനെ ചിരിച്ച് സംസാരിച്ചൂടെ ഇങ്ങനെ പറയുന്നൊരു സംഭവം. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് തന്നെ ആസിഫ് പോയിട്ട് തോളൊക്കെ ഇട്ടിട്ട് വിഷമം വരുമല്ലോ, വേണ്ടായിരുന്നു എന്നുള്ള തോന്നലുകളുണ്ടല്ലേ. ഓക്കെ, ഇനിയിപ്പം ഫസ്റ്റ് ചോദിച്ച പോലെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് റാപ്പിഡ് ഫയർ വേണമെങ്കിൽ വിളിക്കാം. കൈയടിച്ചോ? കുറച്ച് ഓക്കെ. ഈ അടുത്തോ അല്ലെങ്കിൽ 2023-ലോ 2024-ലോ എപ്പോഴെങ്കിലും ഒരു ഫിലിം കണ്ടു അല്ലെങ്കിൽ കാണേണ്ടി വന്നു, കണ്ടു കഴിഞ്ഞ് ആക്ച്വലി അത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അതിൻ്റെ ഡയറക്ടറോടോ പ്രൊഡ്യൂസറോടോ കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്? റൈറ്റ് ഫ്രം ഹിയർ ഞാൻ ചോദിക്കുന്നു. അതെനിക്ക് സ്ഥിരമായിട്ട് വരാറുണ്ട്, വർഷങ്ങളായിട്ട്. അതൊരു വലിയ പ്രശ്നമല്ലേ സത്യം പറഞ്ഞത്? വേണമെങ്കിൽ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളവരുടെ അടുത്ത് വേണമെങ്കിൽ നമുക്ക് തുറന്ന് പറയാം, അല്ലെ അത് വർക്കായില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ വർക്കായിട്ടുണ്ടെന്ന്. ഇല്ലെന്ന് ആ സ്പേസ് നമ്മൾ തമ്മിലുണ്ട്, പക്ഷെ എല്ലാരോടും അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. അതാണ്. അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ളവരുടെ അടുത്ത് നമുക്ക് ജെന്യുവൻ ആവാം എന്ന് വേണമെങ്കിൽ അതിനെ സ്റ്റേറ്റ്മെന്റ് വേണം പറയാം. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ കൊറേയൊക്കെ നമ്മൾ അതില്ലേ, അല്ലാതെ അത് നമ്മുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അതെ, എന്നോടൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ പറഞ്ഞിട്ട് അതും ചില സമയത്ത് ഈ ഇൻഡസ്ട്രി പ്രിവ്യൂ ഒക്കെ വെക്കൂലേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മൂവി പ്രിവ്യൂ നമുക്ക് ഈ ഡോറ് തുറന്നു കഴിയുമ്പോ കുറെ ആൾക്കാർ മൈക്കാട്ട് വന്ന് നിൽക്കുന്നതിനെ പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് പറയുന്ന നമ്മൾ അവിടെ ഇവിടെയും കൊള്ളാതെ പറയാൻ പറ്റിയ ചില ഉത്തരങ്ങളുണ്ട്. പബ്ലിക് നോക്കുമ്പോ അങ്ങനെ വേണമെങ്കിൽ പറയാം. പബ്ലിക്കിൽ നോക്കുമ്പോഴല്ല, നമുക്ക് ഈ റിവ്യൂ പറയേണ്ട, നമ്മുടെ റിവ്യൂ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവിടെയൊക്കെ പറയേണ്ട സമയത്ത് യു ഹാവ് ടു ബി ഡിപ്ലോമാറ്റിക് ഇൻ സം വേ എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ്, ഇത് തന്നെ എല്ലാവർക്കും കാണുമ്പോ കുഴപ്പമില്ല എന്നൊക്കെ കൊള്ളാം എന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ അത് വർക്ക് ആയിട്ടില്ലാന്നും ഡയറക്റ്റ് പറയാനുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് പറയാം. അല്ലാതെ ഭയങ്കര വെറുതെ പോയിട്ട് എനിക്ക് നിങ്ങളുടെ പടം വർക്കായില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു വയ്യേ. നെക്സ്റ്റ് ഒരു മേഘയും കൂടെ പറഞ്ഞു. മേഘ കുറെ പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അങ്ങനല്ല, ലൈക്ക് വാട്ട് ഐ ഫെൽറ്റ് സിനിമ ചെയ്യുന്ന ഒരാളും ഒരിക്കലും എല്ലാവർക്കും അവരുടെ സ്ക്രിപ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ പ്രൊഡക്ഷൻ ഇസ് എ മാജിക് ടൈം. ആ സമയത്ത് പ്രൊഡക്ഷൻ ഔട്ട് വരുന്ന സമയത്ത് ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. നമുക്ക് തന്നെ നമ്മുടെ പ്രോസസ് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാം, ലൈക്ക് അല്ലെ, നമുക്ക് തന്നെ ലൈക്ക് ബിക്കോസ് നമ്മൾ സിനിമ കാണുന്ന ആൾക്കാരാണ്, നമ്മൾ സിനിമ സംസാരിക്കുന്ന ആൾക്കാരാണ്. സോ വി ഓൾസോ നോ, ഐ തിങ്ക് എവറിബഡി നോസ്. നമുക്ക് പറയാൻ പറ്റാത്ത ടീംസിന്റെ അടുത്ത് ലൈക്ക് യു നോ വാട്ട് ഹാപ്പൻ, പറയാൻ പറ്റാത്ത സീൻസ് ലൈക്ക് അടുത്ത പ്രാവശ്യം കാണാം. നെക്സ്റ്റ്, അതായത് ഒരു ക്യാരക്ടർ ആക്ച്വലി നമുക്കത് കോൾ വന്നു, അൺഫോർച്ചുനേറ്റ്ലി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളായിട്ടെടുത്ത തീരുമാനം കൊണ്ട്
ഒന്ന് കട്ട് ഓഫ് ആകേണ്ടി വന്നു. എങ്ങനെ? അതായത് നമ്മളായിട്ടൊരു തീരുമാനം നമ്മൾ പറയുവാണ് അത് ആക്ട് ചെയ്യുന്നില്ല, ആ മൂവി വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ന് അത് കഴിഞ്ഞിട്ട് ഇൻ ഫ്യൂച്ചർ നമ്മൾ അറിയുവാണ് ഇറ്റ്സ് എ മൂവി ഈസ് ലൈക്ക് എ ഡാം ഹിറ്റ്. ഓഫ് കോഴ്സ് നമ്മളത് വിഷമിക്കും. അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആ കോളേ മിസ്സായിട്ടുണ്ട്. ഞാൻ ഫോൺ എടുക്കാതെ അല്ലേ അവിടെ കൊറേ വിളിച്ചതായിരുന്നു ഈ ക്യാരക്ടറിനും ഈ സിനിമയ്ക്കും വേണ്ടി. ഫോൺ എടുക്കാത്തോണ്ട് അത് കിട്ടിയില്ല. യൂസ്ഡ് ആണ് അത്. നമുക്കുള്ളത് നമുക്ക് കിട്ടും. ആക്ച്വലി ഈ അൺനോൺ നമ്പേഴ്സിന് കോള് വരുമ്പോ ഒരു 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 ടെൻഷൻ വരാറുണ്ടോ? ആക്ച്വലി ടെൻഷൻ അല്ല, ലൈക്ക് ഒരു അതിന് പറയുന്നത് എന്താ, എങ്ങനെ പറയാം, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ഫോൺ ഒരു സ്ഥലത്ത് വെച്ച് പോയി. യൂഷ്വലി ഞാൻ അതിനെ മറന്നു പോകും ഫോണിനെ പറ്റി. അവൻ തിരിച്ചു വരുമ്പോ ഈ ഫോൺ ഇങ്ങനെ തിരിച്ചായിരിക്കും വെച്ച ഡിസ്പ്ലേ അടിയില്. അതിങ്ങനെ തിരിച്ചിങ്ങനെ നോക്കാൻ എനിക്ക് പേടിയാ. മെസ്സേജ് ഉണ്ട് അതിനകത്ത്. എനിക്ക് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടെൻഷൻ പോലും എടുക്കാൻ ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെ ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഹാപ്പിയായിട്ട് ആരും വിളിക്കാതിരിക്കും. അങ്ങനെ അങ്ങനല്ല, കോളിൽ എത്തണം. വേറെ ടെൻഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മളെ കോള് വിളിക്കുന്നത് അത് എടുത്ത് ആ ഓക്കെ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പടങ്ങളെല്ലാം വരണം. അപ്പൊ അങ്ങനെ മിസ്സായിട്ടുണ്ട്. അങ്ങനെ ഒരു മൂവി പറയുവാണെങ്കിൽ ഏതായിരിക്കും? ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല. But couple of n numbers പറയാനുണ്ട്. നല്ല നല്ല സിനിമകൾ അങ്ങനെ മിസ്സായിട്ടുണ്ട്. ശരി, ഇനി 2025 അങ്ങനെ ഒന്നും മിസ്സാവാതിരിക്കട്ടെ. നല്ലതൊന്നും മിസ്സാവാ. ഫോൺ വിളിച്ചിട്ട് ആസിഫിനെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലേ നേരെ വീട്ടിൽ ചെന്ന് കഥ പറയാനുള്ള സാഹചര്യമാണ്. കുഴപ്പമില്ലല്ലോ. അതൊക്കെ അറിയാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു വളരെ ലേറ്റ് ആയിട്ട് മെച്യൂരിറ്റി വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിന്റെ ഇപ്പോൾ ഉള്ള മെച്യൂരിറ്റിയിൽ കുറെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി കുറച്ചും കൂടി നന്നാവുമ്പോ ചിലപ്പോ ഫോൺ എടുക്കാനും തുടങ്ങിയേക്കാം. എനിക്കിന്ന് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം കണ്ടോ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാളെ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ആസിക്ക് വിളിക്കാറില്ല. ഒരാള് പറഞ്ഞു അടിപൊളി. ഓക്കെ, ഇനി പോയിട്ടുണ്ട്. റിഗ്രറ്റും ഉണ്ട്. ചെറുതായിട്ട്. അതിന്റെ ഏതാന്ന് പറയണ്ട, ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും? അത് കഥ കേട്ടിട്ട് ഞാൻ പിന്നെ കട്ടായി. ഞാനിവിടെ പോയി. ഞാൻ പിന്നെ അത് പോട്ടെ വീട്ടിലങ്ങ് പോയി. പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെയാണ് ഞാനത് പടം മലയാളമായിരുന്നില്ല, പുറത്തായിരുന്നു. പടം ഹിറ്റായി. ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നു. ഹായ് നല്ല പടം എന്നിട്ട് തിയേറ്ററിൽ നിന്ന് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. നീ ചോദിച്ച ചോദ്യം മിസ്സായതെന്നല്ലേ നമുക്ക് വിഷമാവുന്നത്? അല്ലെങ്കിൽ ചെയ്യാമായിരുന്നു, പക്ഷെ ഞാൻ കാരണം ഇല്ലടാ, ആ ഓപ്പർച്യൂണിറ്റി ആ സ്പേസിൽ ഇപ്പൊ തൽക്കാലം ഞാനില്ല. വേറെ ആമിലേക്ക് കിട്ടിയാ ചെയ്യണ്ട. ഒബ്വിയസ്ലി സ്ക്രിപ്റ്റ് മേക്സ് എ ബിഗ് ഡീൽ. കേൾക്കുമ്പോൾ നമുക്ക് വർക്ക് ആയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വിൽ ഡു. അല്ലാണ്ട് ചില ഇപ്പോ ഒരു സ്ക്രിപ്റ്റ് ലൈക്ക് അടുത്ത് തന്നെ ഒരു പ്രോജക്റ്റിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ട് ദൈവലേക്ക് മെഗാ പ്രോജക്റ്റിലായിരിക്കും. എന്താണ് ഓൾ ഓഫ് എ സഡൻ ഞാനൊരു രാവിലെ അറിയുന്നത് ഞാൻ മാത്രമല്ല കാസിമിലുണ്ടായിരുന്ന കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരുന്നു. ഐ വാസ് അപ്സെറ്റ് ഫോർ 2-3 months. ആ ഒറ്റൊരു ഇഷ്യൂ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ എന്നെ റിജക്ട് ചെയ്തു. ഇറ്റ്സ് നോട്ട് ഞാൻ കാരണമല്ല. ലൈക്ക് ഹൗ ഡു ഐ സേ, ആ ഫുൾ സ്ക്രിപ്റ്റേ റീറൈറ്റ് അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എവറിത്തിങ് ചേഞ്ച്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ. നമ്മളെ അത് മെന്റലി ഇല്ല അത് ലൈക്ക് പ്രത്യേകിച്ച് എനിക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് പിന്നെ കരയാന്ന് വെച്ചിട്ട് അങ്ങനെ. ബട്ട് ഐ ആം ലൈക്ക് ഐ ആം ചിൽ ബിക്കോസ് വന്ന പ്രോജക്ട്സ് ആർ ഗുഡ്. Whatever is happening is actually good. We started off together, no? Correct. Appo like I'm chill. ഞാൻ പറയാൻ പറ്റില്ല, ക്വാണ്ടിറ്റിയിൽ ഉപരി ക്വാളിറ്റിയിൽ ആണല്ലോ മെയിൻ കാര്യം. കുറേ സിനിമകൾ ചെയ്യുന്നതിലുപരി ചെയ്യുന്ന സിനിമകൾ വിരളമാണെങ്കിലും അത് ഗംഭീര ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ I agree. പിന്നെ അതൊരു മെയിൻ കാര്യമല്ലേ, ഇത് എണ്ണത്തിൽ ഉപരി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇത് റിലീസ് ആകാൻ പോവുകയാണ്. വെരി ബെസ്റ്റ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അതല്ല, അത് ആ ഹൈയാണ്. ഓ അങ്ങനെ വെച്ചതാണ്.
ഗുഡ് ക്യാച്ച് ആയിരുന്നു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ, ആരുമില്ലെന്ന് എനിക്കറിയാം, എന്നാൽ ഈ ഡേറ്റിംഗ് ആപ്പില്ലേ, ഈ അരികെ എന്നൊക്കെ പറഞ്ഞുള്ള ആപ്സ് ഇല്ലേ, ആരുമില്ല ഭയങ്കര നിനക്ക് അറിയാവുന്നേ. അല്ല ആരും ഇല്ലായിരിക്കണം, എനിക്കറിയില്ല, ഞാനില്ല. അപ്പൊ അതിനൊരു ഭയം. ആദ്യം ടിൻഡറിൽ ഒന്ന് കയറി നോക്കിയായിരുന്നു. അപ്പൊ എന്റെ സെയിം പേജിൽ സെയിം ഫോട്ടോ ഇട്ട് കുറെ പേര് ഫോട്ടോ വെച്ചിട്ട് പിന്നെ അത് നടക്കുകയല്ലേ. അപ്പൊ ഒരു ബയോ, അതിലൊരു ബയോ നമ്മുടെ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഫില്ല് ചെയ്യുക, ആ ബയോയിൽ എന്തായിരിക്കും എഴുതുന്നത്? ബോണിൻ ബോഡി മ്യൂസിക് ലവർ, യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് കൈൻഡ്ലി, യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് കൈൻഡ്ലി, അതാണ് കേട്ടു. യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. ഫ്രണ്ട്ലിയാണ്, ചാടി വരുന്നത്. തൊട്ടടുത്ത വീട്ടിലാണ് സ്പൈഡർമാൻ വലയിട്ട് കൊച്ചു കള്ളൻ. ഇത് കേട്ടു പോകുന്നു. ആസിഫ് അലി സ്പൈഡർമാനായിട്ട് വലിഞ്ഞു കയറുന്നതാണ്. അതിനും ഇപ്പൊ ആസിഫ് അലി പണ്ട് ടിൻഡറിൽ വന്നപ്പോൾ അതായിരിക്കുള്ളൂ ലിങ്ക്. സ്വന്തം ഫോട്ടോ ഇട്ട് ടിൻഡറിൽ വന്ന ആസിഫ് അലിക്ക് വേറൊരു ഫോട്ടോ ഇട്ട് കബളിപ്പിച്ചിരിക്കുന്നു. കൂടുതലായി ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അത് ശരി, ഒരു പോയി സംഭവിക്കാം. ഓക്കെ, ആസിഫ് പറഞ്ഞു വേഗം ഒരു ഭയം. I have no idea. Love, live. കോളേജിൽ പോലും പോയിട്ടില്ല, അതിനെ പോലും. ഇതെന്താ ഇങ്ങനെ? ഇതെന്താ സംഭവം? എന്താണെന്നല്ലേ ഇവര് ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ കലണ്ടറാണ്. ചാർട്ട് മറ്റേ ഇത്. സോ എനിവേസ് വി ഹാഡ് ഫൺ. അപ്പോൾ അടിപൊളി ഒരു മൂവി, ഒരു ഗംഭീര മൂവി ആവട്ടെ. സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ചർച്ചയിലുപരി ആൾക്കാർ പറഞ്ഞ് പറഞ്ഞ് ഒരു മോർ പബ്ലിസിറ്റിയിലൂടെ ഒരു ഗംഭീര മൂവി ആവട്ടെ. എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞ് റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ എല്ലാ സ്പോയിലേഴ്സും കൂടെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഇന്റർവ്യൂ. സിനിമകൾ എപ്പോഴും നമുക്ക് ആ മൂവിയെ പറ്റി കൂടുതൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല, എസ്പെഷ്യലി അങ്ങനെ ഒരു ത്രില്ലർ, അങ്ങനെ ഒരു പടമാകുമ്പോൾ. അപ്പൊ ഇത് ഹിറ്റ് ആയി കഴിഞ്ഞിട്ട് ഈ സെയിം ടീമായിട്ട് നമ്മൾ ഇരിക്കുന്നതായിരിക്കും ആഫ്റ്റർ ദ റിലീസ്, മേ ബി ആഫ്റ്റർ 2 weeks. റൈറ്റ്? ആ 2 weeks തിയേറ്ററുകളുടെ എണ്ണം കൂടി വരട്ടെ. താങ്ക് യു.